വരുന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമെങ്ങാനും ഫുട്ബോളിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ സ്പെയിൻ കാൽപന്ത് കളിയുടെ മാമാങ്കത്തിൽ പന്ത് തട്ടാനുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ ലോകത്തേക്ക് വലിയൊരു മാനവിക പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത അർജന്റീനൻ ഫുട്ബോൾ കളിക്കാരൻ കേരളമാകുന്ന നമ്മുടെ അതിസുന്ദരമായ നാടിൽ പന്ത് തട്ടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തെ നമ്മുടെ ഭരണാധികാരികൾ എടുത്തിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ എടുത്തിരുന്നെങ്കിൽ, ലോകം കണ്ട ഏറ്റവും വലിയ മാനവിക വിപ്ലവത്തിന് കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യമാവുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിപ്പിച്ച ഒരു മാനവിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്താണ് ആ മാനവിക പ്രഖ്യാപനം എന്ന് പറയുന്നത്? ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ പ്രഖ്യാപനം 1948 നമ്മുടെ ലോകത്ത് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞുകൊണ്ട് മരണപ്പെടുമ്പോൾ, പട്ടിണി കിടന്നുകൊണ്ട് അവിടെ ചലനമറ്റുകൊണ്ട് കിടക്കുന്ന സമയത്ത്, അതേ 1948 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു നയത്തെ ഇതുവരെയും ലോകത്ത് സാധ്യമാക്കിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക്, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇതിനൊന്നും സാധ്യമായിട്ടില്ല. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭരണമുണ്ടോ ഭരണമില്ലയോ എന്നൊരു ചർച്ചയില്ല. നിങ്ങൾക്ക് ജീവനുണ്ടോ ജീവനില്ലയോ എന്നത് മാത്രമാണ് ചർച്ച. നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ അവരന്റെ മാനത്തെ സംരക്ഷിച്ചു കൊള്ളണം. സഫാ കുന്നിന്റെ മുകളിൽ ചെന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മാനവിക പ്രഖ്യാപനമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം എത്ര മനോഹരമായിരുന്നു. ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ എന്നല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്തത്. ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാൾ പ്രത്യേകതയില്ല, അനറബിക്ക് അറബിയേക്കാൾ പ്രത്യേകതയില്ല. കറുത്തവന് വെളുത്തവനേക്കാൾ പരിഗണനയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ പരിഗണനയില്ല. നിങ്ങളിൽ പരിഗണനയുള്ളത്, നിങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഉള്ളത്, നിങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണോ അവൻക്ക് മാത്രമാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ എല്ലാ രൂപത്തിലുള്ള ജാതീയ വ്യത്യാസങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു മാനവികതയുടെ പ്രവാചകനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യുദ്ധത്തിൽ തടവുകാരെ പിടിച്ചടക്കപ്പെട്ടുകൊണ്ട് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്താണ് ഇസ്രായേലിലുള്ള പട്ടാളക്കാരുടെ നിലവിലുള്ള അവസ്ഥ? അതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്ത പല പട്ടാളക്കാരും ഇന്ന് വേറെ ഒരു ലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലീവ് എടുത്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സല്ലാപത്തിന് പോവുകയാണ്. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് അത്രത്തോളം മരവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. അത്ര വലിയ നരാധമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ജനങ്ങളെ ചുട്ടരിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെടുന്നത് എന്ന് കേൾക്കുന്ന സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കം ഫത്ഹിന്റെ അവസരത്തെ നാം വായിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ആധിപത്യം ഉറപ്പിച്ച സമയത്ത്, അതേ നടന്നു പോകുന്ന സമയത്ത് തന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് തന്റെ കാലിൽ നിന്നുകൊണ്ട് ചോര ഇറ്റിറ്റ് വീഴിച്ച ഒരു ജനത, ആ ജനതയാണ് തിരുനബിയുടെ മുന്നിലേക്ക് വരുന്നത്. അതേ തന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ഒരു ജനത, തന്റെ പ്രിയപ്പെട്ടവനായ പിതൃവ്യ സഹോദരനെ കുത്തിക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ജനത, ആ ജനതയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. മുഹമ്മദ് ഞങ്ങളെ കൊല ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളെ ബന്ദിയാക്കപ്പെടുക തന്നെ ചെയ്യും, നിഷ്ഠൂരമായി കൊണ്ട് ഈ ലോകത്തെ ഞങ്ങൾ മറക്കേണ്ടി വരും എന്ന മനസ്സിൽ എഴുതി കൊണ്ടുവന്നൊരു ജനതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സമയം തൊട്ട് നിങ്ങളെല്ലാം മോചിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, നിങ്ങൾക്ക് ദേവാലയങ്ങളിൽ പോകാം, ഇഷ്ടമുള്ളത് ഉടുക്കാം, ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം, ഒന്നിനും തന്നെ യാതൊരു വിലക്കുകളുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് മതസ്ഥനും അവിടെ ജീവിക്കുവാനുള്ള അവകാശത്തെ നേടിക്കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ സംസാരത്തെ ഉപസംഹരിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഫലസ്തീൻ ജനത എന്ന് പറയുന്ന ജനതയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാനവിക പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിൽ എഴുതി വെക്കേണ്ടതുണ്ട്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് കേരളക്കര വരുന്ന നവംബർ മാസത്തിൽ ഫുട്ബോളിന്റെ മിശിഹായെ കാത്തിരിക്കുകയാണ്. ഫുട്ബോളിന്റെ മിശിഹായെ കേരളക്കര കാത്തിരിക്കുന്നതായ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത് 10 രാജ്യങ്ങളാണ്. ആ 10 രാജ്യങ്ങളിൽ അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്. എന്നാൽ ആ രാജ്യത്തിൽ പിന്നീട് കാണുന്ന കാൽപന്ത് കളിയുടെ ആരാധകരായ നമ്മൾ കാണുന്നത് അർജന്റീന എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരിക്കലും അർജന്റീനയുടെ ഫുട്ബോൾ കളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും ഫലസ്തീനിനെ പ്രതിരോധിക്കുന്നവരുമാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഫുട്ബോളിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് സ്പെയിൻ. ആ സ്പെയിൻ മാനവികതയുടെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. വരുന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമെങ്ങാനും ഫുട്ബോളിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ സ്പെയിൻ കാൽപന്ത് കളിയുടെ മാമാങ്കത്തിൽ പന്ത് തട്ടാനുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ ലോകത്തേക്ക് വലിയൊരു മാനവിക പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത അർജന്റീനൻ ഫുട്ബോൾ കളിക്കാരൻ കേരളമാകുന്ന നമ്മുടെ അതിസുന്ദരമായ നാടിൽ പന്ത് തട്ടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തെ നമ്മുടെ ഭരണാധികാരികൾ എടുത്തിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ എടുത്തിരുന്നെങ്കിൽ, ലോകം കണ്ട ഏറ്റവും വലിയ മാനവിക വിപ്ലവത്തിന് കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യമാവുമായിരുന്നു. പക്ഷേ അതിന് നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ വാർത്തയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ പ്രിയമുള്ളവരെ. ഈ സമയത്ത് ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഇത്തരത്തിലുള്ള നരാധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള കാരണം വിദ്യയില്ലാത്തത് കൊണ്ടല്ല, വിദ്യ അഭ്യസിക്കാത്തത് കൊണ്ടല്ല, സാമ്പത്തിക പിന്നോക്കം കൊണ്ടല്ല, മറിച്ച് ധാർമ്മികമായ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നർ ഉയർന്നു വരുന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എത്രയോ സമര പോരാട്ടങ്ങൾക്ക്, എത്രയോ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമികയാണ് അട്ടപ്പാടിയുടെ മണ്ണ് എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കപ്പെട്ടവരാണ് ഈ നാടിന്റെ പൂർവികർ എന്ന് പറയുന്നത്. നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, വിദ്യ കൊണ്ട് മാത്രം പോരാ, നമുക്ക് വേണ്ടത് തിരിച്ചറിവ് വേണം. ധാർമ്മികതയുടെ മേഖലയിലേക്കുള്ളൊരു തലോടൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വേണം. ഇമാം ഗസാലി അക്കാദമി കഴിഞ്ഞ 8 വർഷക്കാലമായി കൊണ്ട് അട്ടപ്പാടിയുടെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇമാം ഗസാലി അക്കാദമിയെ പോലെയുള്ള ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇസ്രായേൽ ഈ രാജ്യത്തേക്ക് തൊടുത്തുവിട്ടതുപോലെ വിദ്യ കൊണ്ട് ബോംബുണ്ടാക്കിക്കൊണ്ട്, വിദ്യ കൊണ്ട് ചിത്രത ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ തകർക്കാൻ നമുക്ക് സാധ്യമാകും. എന്നിട്ട് കാലത്തിനു വേണ്ടി ധാർമ്മികമായി ചിന്തിക്കുന്ന, പുതിയ കണ്ടെത്തലുകൾ നടത്താൻ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി അട്ടപ്പാടിയുടെ മണ്ണിൽ ഇമാം ഗസാലി അക്കാദമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ചൈത്രയാത്രയിൽ ഈ സ്ഥാപനത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടി അടക്കം വരുന്ന നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വിദ്യാസമ്പന്നരായ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക, ആ തലമുറയിൽ നിന്ന് സുഗന്ധം പരത്തുക, ആ സുഗന്ധത്തിന്റെ പരിമളം നമ്മുടെ നാടുകളിലേക്ക് പടർന്നെഴുതിക്കൊണ്ട് അവിടെ ദീനിന്റെ പ്രകാശങ്ങൾ, മാനവികതയുടെ പ്രകാശങ്ങൾ ഉയർത്തി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിമനോഹരമായ ഈ മീലാദ് റാലിയെ സംവിധാനിച്ചതിന്റെ പിന്നിലെ താല്പര്യം നിങ്ങളോട് മാനവികതയെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. നിങ്ങളോട് മനുഷ്യത്വത്തെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹജനങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, കെട്ടകാലത്ത് നമ്മുടെ കാലത്തെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇമാം ഗസാലിയിലേക്ക് കടന്നു വരാം. അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഒരു സാന്ത്വനത്തിന്റെ സ്പർശം നമുക്ക് അനുഭവിക്കാം. ഈ ജനത വളർന്നു വന്നാൽ നമ്മുടെ നാട്ടിൽ ധാർമ്മിക ബോധമുണ്ടാകും, നമ്മുടെ നാട്ടിൽ മാനവിക ബോധമുണ്ടാകും, മാനവികതയുടെ പ്രയാണങ്ങൾ നടക്കും. ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലെ ഇമാം ഗസാലിയിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണണം. നിങ്ങളുടെ കുടുംബത്തെ പോലെ ഇമാം ഗസാലി അക്കാദമിയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഒരുമിച്ചുള്ള യാത്രയിൽ നിങ്ങളും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.